ഇത് കണ്ണൂർ കൂത്തുപറമ്പ് അടുത്താണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ 3 പ്രൊഡക്റ്റാണ് ഇവർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. അതിൻ്റെ മെയിൻ പ്രൊഡക്റ്റ് ഇത് മാഷാഅല്ലാ തബാറക്കല്ലാ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡിൽ ചെയ്തേക്കുന്നതാണ്. 80 സെൻറ്റിമീറ്റർ വീതിയുള്ളതാണ്. പലർക്കും ഇപ്പോൾ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെ സൈസ് ചൂസ് ചെയ്യാൻ ഭയങ്കര പേടിയുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു 120-110 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു മെയിൻ ഡോറിലേക്ക് 80 സെൻറ്റിമീറ്ററിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സൈസാണ് 80 സെൻറ്റിമീറ്റർ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ മാഷാഅല്ലാ തബാറക്കല്ലാ ഏകദേശം ഒരു 8000 സംതിങ് ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് GA ഷീറ്റിൽ ചെയ്യുകയാണെങ്കിൽ 4800 ആ ഒരു റേറ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഒരു ടൈറ്റാനിയം കോട്ടഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ നമ്മൾ മെയിൻ ഡോർ ഫ്രണ്ട് ഡോർ തുറന്ന് മെയിനായിട്ട് കാണുന്നത് അസ്മാഉൽ ഹുസ്ന ബ്രൗൺ വിത്ത് ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി കളറാണ്. ഈ ഒരു കളർ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ബ്ലാക്ക് വിത്ത് ഗോൾഡാണ് കൂടുതൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ വൈറ്റ് വിത്ത് ഗോൾഡും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ കറക്റ്റായിട്ട് ബ്രൗൺ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു രീതിക്ക് ചെയ്തതാണ് ബ്രൗൺ വിത്ത് ഗോൾഡ്. മൊത്തത്തിലൊരു വുഡൻ ഒരു ക്രീം ടച്ചിൽ ചെയ്തേക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അവിടെ മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു 70 സെൻറ്റിമീറ്റർ വീതി 90 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ആയത്തുൽ കുർസി ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ആയത്തുൽ കുർസിയാണ്. അപ്പോൾ ഈ വാം ലൈറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിവിങ് റൂമിൽ ഈ ഒരു മെയിൻ എന്താ പറയുക, മൊത്തത്തിൽ ഈ ഒരു ലിവിങ് റൂമിനെ ഈ ഡബിൾ ഹൈറ്റ് കാര്യങ്ങളൊക്കെ വന്ന് ഈ ഒരു വുഡിൻ്റെ സ്റ്റെയർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതിന് മാച്ച് ചെയ്യുന്ന രീതിക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയത്തുൽ കുർസിയും കൂടി വന്നപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ തീമിലുള്ള വാളിൽ ഈ ഒരു ആയത്തുൽ കുർസി സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 304 ഗ്രേഡിലുള്ള ടൈറ്റാനിയം കോട്ടഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ, കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ഒരു മെറ്റീരിയൽ. അത്യാവശ്യം കോസ്റ്റ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇപ്പോൾ അക്രിലിക്കിൻ്റെ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. കൂടുതൽ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്നുണ്ട് അക്രിലിക്കിൻ്റെ ആയത്തുൽ കുർസിയാണ് കൂടുതലും നമ്മളിപ്പോൾ സെല്ലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ പെട്ടെന്ന് ഈ ഒരു മോഡലാണ് എല്ലാവരും വിചാരിക്കുന്നത് അക്രിലിക്കിൻ്റെ പറയുമ്പോൾ. പക്ഷേ അക്രിലിക് എന്ന് പറയുമ്പോൾ ഇത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് നോക്കിയാൽ ഇപ്പോൾ ഇത്രയും ഒരു പ്രൊജക്ഷൻ വന്നിട്ട് അതിൻ്റെ ആ ഒരു ഷാഡോ ഇതിന് ഇപ്പുറത്ത് വന്നിട്ട് ആ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഫ്രെയിംലെസ് രീതിക്കാണ് ഈ ഒരു ആയത്തുൽ കുർസി നിൽക്കുന്നത്. അതും അത്രയും ഗ്ലോസിനെസ് ഒരു 1 mm തിക്നെസ് ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡിൽ ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം പ്രീമിയം ലുക്ക് ഉണ്ട് ഈ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതും ഈ ഒരു ഗോൾഡൻ ടച്ച്, അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു റോമൻ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇത് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു ഫാമിലി ലിവിങ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡബിൾ ഹൈറ്റിലാണ് ഈ അസ്മാഉൽ ഹുസ്ന കൊടുത്തിരിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന ബ്രൗൺ വിത്ത് ഗോൾഡ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ബ്രൗൺ വിത്ത് ഗോൾഡ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ മൾട്ടി വുഡിൽ ബ്രൗൺ കളറ് പ്രിൻ്റ് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ അക്രിലിക് സ്റ്റിക്കേഴ്സ് പേസ്റ്റ് ചെയ്തിട്ടാണ് ഈ അസ്മാഉൽ ഹുസ്ന ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ബ്രൗൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു സോഫയ്ക്കും അതിൻ്റെ വുഡൻ തീമിലും ആ ഒരു ലൈറ്റിങ്ങിലും മൊത്തത്തിൽ ഈ ഒരു അസ്മാഉൽ ഹുസ്ന ഇവിടെ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഇവിടെ ഒരു റോമൻ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോഫയ്ക്ക് ചേരുന്ന രീതിക്കുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് ഈ ഒരു റോമൻ കർട്ടൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ പറയട്ടെ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ നമ്മൾ മെയിനായിട്ട് നമ്മൾ കയറി വരുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അത് കഴിഞ്ഞ് ഒരു ഗ്രൗണ്ട് ഫ്ലോർ പോലെ ജസ്റ്റ് ഇവരൊരു എന്താ പറയുക ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. ആ അണ്ടർഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ഫാമിലി ലിവിങ് പ്ലസ് അവിടെ അടുക്കളയാണോ എന്നറിയില്ല, ഒരു ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഡബിൾ ഹൈറ്റിലാണ് അസ്മാഉൽ ഹുസ്ന ചെയ്തിരിക്കുന്നത് ബ്രൗൺ വിത്ത് ഗോൾഡ് രീതിക്ക്.
അപ്പോൾ ഞാനിതിൻ്റെ ചെറിയ ചെറിയ ഷോർട്ട്സേ എടുത്തിട്ടുള്ളൂ. കാര്യം ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കുറച്ച് ഷോർട്ട്സ് കാര്യങ്ങളാണ് എടുത്തത്. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ബൈ.